നിങ്ങൾ ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും വെയിറ്റ് ലോസ് ചെയ്യാനാണോ ഫാറ്റ് ലോസ് ചെയ്യാനാണോ? എന്താണ് ഈ വെയിറ്റ് ലോസും ഫാറ്റ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇതറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒളിമ്പിക്സ് നടക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഒരു ദിവസം കൊണ്ട് 4-5 കിലോ ഒക്കെ വെയിറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിലെ വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാം. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാർബ്സ് കട്ട് ചെയ്യുക. മെയിൻ ആയിട്ട് ചോറ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാറുണ്ട് അല്ലെ? അപ്പോൾ കാർബ്സ് കട്ട് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് നന്നായിട്ട് വേർക്കുക. അതായത് നമ്മൾ സോന ബാത്ത് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സോന സ്യൂട്ട് ധരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് വേർക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിലെ വാട്ടർ ഒക്കെ എന്താ പുറത്തേക്ക് പോവുകയും അതുമൂലം നമുക്ക് എന്താ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാനും പറ്റും. അടുത്തതെന്ന് പറയുന്നത് ഫുഡ് കുറച്ച് കഴിക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും സ്പെഷ്യലി ലേഡീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് വളരെ കുറച്ച് കഴിക്കുക. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ പോയാലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തമാശയും ചിരിയും വരുന്നുണ്ടാവും. നിങ്ങൾ ടോയ്ലറ്റ് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ബോഡി വെയിറ്റ് നോക്കുക. ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷം നിങ്ങളുടെ ബോഡി വെയിറ്റ് നോക്കുക. 200 ഗ്രാം മുതൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഉപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഉപ്പ് നമ്മൾ കുറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റും കുറയാൻ വേണ്ടി തുടങ്ങുന്നു. അവസാനത്തെ പോയിന്റ് ആണ് കാർഡിയോ കൂടുതലായിട്ട് ചെയ്യുക. ജിമ്മിൽ വരുന്ന എല്ലാ ആൾക്കാരും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എലിപ്റ്റിക്കലും ക്രോസ് ട്രെയിനും സൈക്ലിംഗും ഒക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇങ്ങനെ അച്ചീവ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. നിങ്ങളുടെ ബോഡി ടയർഡ് ആയിരിക്കും. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു പനിയൊക്കെ പിടിച്ച് ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും. കൂടാതെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനും ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുന്നത് കാരണമാകും. ഫാറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഡയറ്റിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, കാർബ്സ്, ഫാറ്റ്, ഫൈബർ എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുകയുള്ളൂ. അടുത്തൊരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. വീക്കിലി 3 or 4 ടൈംസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മസിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നു. സെയിം ടൈമിൽ നമ്മുടെ ഫാറ്റ് റെഡ്യൂസ് ആവുകയും ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് നമ്മൾ കൊടുക്കുക. അതായത് നിങ്ങൾ മിനിമം 7 to 8 hours എങ്കിലും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു ടൈമിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തതിൽ നിന്നും നമ്മുടെ ബോഡി റിക്കവർ ആകുന്നത്. ഈ ഒരു പ്രോസസ്സിന് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത് ഫാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഹെൽത്തി ആവുന്നു, കൂടുതൽ ഫിറ്റ് ആവുന്നു, നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ഫിസിക് നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്നു. എപ്പോഴും നിങ്ങൾ വെയിറ്റ് ലോസ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഫാറ്റ് ലോസ് കോൺസെൻട്രേറ്റ് ചെയ്യുക.